സത്യം എന്താണ്? രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇവർ ഈ രണ്ട് പാർട്ടി ഈ ഈ കഴിഞ്ഞ 5-10 കൊല്ലമൊന്നുമല്ല, 60 കൊല്ലം ജനങ്ങളെ വിഡ്ഢിയാക്കി നടക്കുന്ന പാർട്ടികളാണ്. ആൻറ്റി യൂത്താണ്, ഞങ്ങൾ പ്രോ ഇൻവെസ്റ്റ്മെൻറ്റാണ്, പ്രോ തൊഴിലാണ്, പ്രോ അവസരങ്ങളാണ്. അത് ഒരു 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 കോമൺ തീമേ ഇല്ലല്ലോ. അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ ഒരു പോസ്റ്റർ ബോയ്, ഒരു പോസ്റ്റർ അടിക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ പിക്ചറായിരിക്കും അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ പോസ്റ്ററിൻ്റെ ഒരു പിക്ചർ. നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന കാശ് ഇതിൽ 30, 40, 50 കോടി കാശ് ഇലക്ഷൻ കമ്മീഷനും സർക്കാർ സ്പെൻഡ് ചെയ്യാം. അതുകൊണ്ട് എത്ര സ്കൂൾ, എത്ര എയർപോർട്ട്, ഇത് ചെയ്യുന്നത് എത്ര മാസമാണ്? 7 മാസത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇലക്ഷൻ വരില്ലേ? 2014 മുതൽ ഇന്ന് വരെ നരേന്ദ്രമോദിജി എന്താ പറഞ്ഞത്? സബ്കാ സാത്ത് സബ്കാ വികാസ്, എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി. ഇതുവരെ ഈ 10-11 കൊല്ലം ഒരു ഒറ്റ പദ്ധതി ഒരു സമുദായത്തിന് എതിരെയോ ഒരു സമുദായത്തിന് കിട്ടാത്ത ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ഞാൻ രാഷ്ട്രീയം വിട്ട് പോകാൻ തയ്യാറാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എത്തിയിട്ടുണ്ട്. താങ്കൾ പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ്. ഈ തിരഞ്ഞെടുപ്പിലായിരിക്കും താങ്കളുടെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കാനുള്ള ആദ്യത്തെ അവസരമായി കാണാൻ സാധിക്കുക. അല്ല, അത് ശരിയാണ്, അത് ഫാക്റ്റാണ്. ഞാൻ ഈ ഇലക്ഷനെ കുറിച്ച് ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറയുന്നു. ഇതൊരു അനാവശ്യമായൊരു ഇലക്ഷനാണ്. 30-40 കോടി ജനങ്ങളുടെ കാശ് ഈ ഒരു 6-7 മാസത്തിനൊരു MLA-നെ ഒരു എലക്ട് ചെയ്യുന്ന ഒരു 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 അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഞാൻ ഈ കാൻഡിഡേറ്റ്സ് LDFും UDFും അവർക്ക് കാൻഡിഡേറ്റ്സ് കണ്ട് NDAയുടെ യോഗത്തിൽ നമ്മളെല്ലാം തീരുമാനിച്ചു, നമ്മളൊരു ചാലഞ്ചായിട്ട് കാണണം. കാരണം ഇവർ രണ്ട് LDFും UDFും ഇതുവരെ ചെയ്ത ആ ഒരു പഴയ രാഷ്ട്രീയം, ഒരു അവസരവാദ രാഷ്ട്രീയം, ഒരു വികസന വിരുദ്ധ രാഷ്ട്രീയം, അത് ഇനിയും അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതാണല്ലോ അവർ പഴയ ഒരു സ്വരാജ്യം, പഴയ ഒരു ഷൗക്കത്തിനെ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു ഫ്രഷ് തിങ്കിങ് ഒന്നുമില്ല. അത് പിന്നെ PV അൻവറും ചേരുന്നു. അപ്പോൾ ഒരു പുതിയ ഒരു കാഴ്ചപ്പാട്, ഒരു വികസിത കേരളം, വികസിത നിലമ്പൂരിനെ കുറിച്ച് മുമ്പോട്ട് വയ്ക്കാനും ജനങ്ങളുടെ മുമ്പോട്ട് വയ്ക്കാൻ ഒരു അവസരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. NDA തീരുമാനിച്ചു. അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ഏറ്റവും ഒരു ഹൈ ഇൻറ്റഗ്രിറ്റിയും കഴിവും ഒരു അക്കംപ്ലിഷ്ഡ് ഒരു കാൻഡിഡേറ്റുമാണ്. അതുകൊണ്ട് ഞങ്ങൾ കാണുന്നത് ഇത് ഇങ്ങനെ ഒരു അവസരം ജനങ്ങളുടെ മുമ്പിൽ ഈ വികസന സന്ദേശം മുമ്പോട്ട് വയ്ക്കാം. BJP കഴിഞ്ഞ 11 കൊല്ലം ഇന്ത്യ മൊത്തം നരേന്ദ്രമോദിജിയും BJP ചെയ്ത കാര്യങ്ങളും ഇവിടെ ഞങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ താല്പര്യവും കഴിവുള്ള ഒരു പാർട്ടിയാണ് BJP NDA. താല്പര്യവും കഴിവുള്ള ഒരു കാൻഡിഡേറ്റാണ് മോഹൻ ജോർജ് സാർ. അത് പറയാനാണ് ഞങ്ങൾ ഈ അവസരമായിട്ട് കാണുന്നത്. 2026 തെരഞ്ഞെടുപ്പിലും സ്വാഭാവികമായിട്ടും BJP മുന്നോട്ട് വെക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ആശയം ഈ വികസിത കേരളം എന്നുള്ളതായിരിക്കുമല്ലോ. അതെ, അത് ഞങ്ങളുടെ മെസ്സേജ്. അത് എവിടെ ഇലക്ഷൻ നടന്നാലും ഞങ്ങൾ കഴിഞ്ഞ 11 കൊല്ലം നരേന്ദ്രമോദിജി കൊണ്ടുവന്ന ഒരു കുതിച്ചൊരു ചാട്ടം, ഇന്ത്യയിൽ ഒരു മാറ്റം കൊണ്ടുവന്ന അതിപ്പോൾ എല്ലാവർക്കും അറിയാം. അത് ഈ നമ്മുടെ നാട്ടിൽ മാത്രം എന്താണ് നടക്കാത്തത്? 65 കൊല്ലം ജനങ്ങൾ വിശ്വസിച്ച് അവസരം കൊടുത്തു. LDFിന് കൊടുത്തു, UDFിന് കൊടുത്തു. കഴിഞ്ഞ 10 കൊല്ലം LDF ഭരിച്ചു. ഇവിടെ MLA 10 കൊല്ലം LDFിൻ്റെ ആയിരുന്നു. എന്നിട്ടും ഇന്ന് ഇവിടെ ഒന്നുമില്ല. ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല, തൊഴിലും ഇല്ല, അവസരവും ഇല്ല. കുട്ടികൾക്ക് വിദ്യാഭ്യാസം, പുതിയ തലമുറയ്ക്ക് അവസരങ്ങളോ വിദ്യാഭ്യാസമോ സ്കില്ലിങ്ങിന് വേണ്ടി ഒന്നുമില്ല. ഒരു ബേസിക് നീഡും, സ്റ്റേഡിയം ഇല്ല. പിന്നെ എത്രയോ ഗ്രാമപഞ്ചായത്തിലെ ശ്മശാനം, ബേസിക് ഫെസിലിറ്റീസ് ഇല്ലാത്ത ഒരു നിലമ്പൂരല്ലേ നമ്മൾ കാണുന്നത്. 65 കൊല്ലം LDFും UDFും മാറി മാറി ഭരിച്ച ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ആണല്ലോ. അതിൽ ഒരു മാറ്റം, ഒരു കാഴ്ചപ്പാട്, വികസനത്തിൻ്റെ കാഴ്ചപ്പാട് ഇവിടെയും മൊത്തം കേരളത്തിൽ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന അതാണ്. ജനങ്ങൾ തീരുമാനിക്കും ഏതാണ് ചോയ്സ്. അവർക്ക് 2 ചോയ്സ് ഉണ്ട്. ഒരു BJP NDAൻ്റെ ഒരു വികസനത്തിൻ്റെ കാഴ്ചപ്പാടും എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഒരു വികസനത്തിൻ്റെ ഒരു കാഴ്ചപ്പാടും, മറ്റേത് നമ്മൾ ഇതുവരെ കണ്ട് 60-65 കൊല്ലമായിട്ട് അതേ ഒരു പഴയ ഒരു തെറിയും വിമർശവും വിഡ്ഢിയാക്കുന്ന, വാഗ്ദാനം കൊടുത്ത് ഓടുന്ന, ഡിഫെക്റ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയം LDFിനും UDFിനും. ഈ 2 ചോയ്സാണ് ജനങ്ങളുടെ മുമ്പിൽ നിലമ്പൂർ ജനങ്ങൾ
ഈ ഇലക്ഷനിൽ അവരുടെ മുമ്പിലുള്ളത്. BJP സംസ്ഥാന അധ്യക്ഷൻ വികസനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാർ പറയുന്നു, കേന്ദ്ര സർക്കാർ BJP ഭരിക്കുന്ന സർക്കാർ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, അത് നികുതി വിഹിതത്തിലും പദ്ധതി വിഹിതത്തിലും ഒന്നും ചെയ്യുന്നില്ല, ഞെരിക്കുകയാണെന്നാണ് പറയുന്നത്. അല്ല, ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് 65 കൊല്ലം 70 കൊല്ലമായിട്ട് ഇവിടെ ഭരിക്കുന്ന LDF UDF സർക്കാർ, UPA സമയത്ത് 8 മന്ത്രിമാരായിരുന്നു കോൺഗ്രസ് നിന്ന് കേരളത്തിൽ നിന്ന് UPA സർക്കാരിൽ. അവരൊന്നും ചെയ്തില്ല. ഇന്നിപ്പോൾ ആരാണ് ഈ നാട്ടിൽ എന്തെങ്കിലും ചെയ്യുന്നത് അത് ജനങ്ങൾക്കറിയാം. അതിപ്പോൾ LDFന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനെ കുറിച്ചൊരു സ്ലോഗൻ ഇറക്കിയിട്ടുണ്ടല്ലോ, കേരള വീണ പതിത്താണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഇവിടെ ചെയ്ത കാര്യങ്ങൾ. അത് ഹൈവേ ആണോ, പോർട്ടാണോ, ഇലക്ട്രിസിറ്റി ആണോ, റോഡ്, പിന്നെ റെയിൽവേ സ്റ്റേഷനാണോ, ട്രെയിനാണോ, ഏത് അടിസ്ഥാന സൗകര്യമാണോ, ഏത് പദ്ധതിയാണോ, അത് നരേന്ദ്രമോദിജീൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് വന്നതാണ്. അത് ആർക്കൊരു സംശയമില്ലല്ലോ. ഈ കോവിഡ് സമയത്ത് ഫ്രീ വാക്സിനാണോ, റേഷൻ പാക്കാണോ, അത് കൊടുത്തത് നരേന്ദ്രമോദിജീൻ്റെ സർക്കാരല്ലേ. വിഴിഞ്ഞം പോർട്ട് ചെയ്തു കൊടുത്തത് എത്രയോ കൊല്ലം സ്റ്റക്കായ ഒരു പ്രോജക്റ്റ് നരേന്ദ്രമോദിജിയല്ലേ ചെയ്തത്. ആലപ്പുഴ ബൈപ്പാസ്, കൊല്ലം ബൈപ്പാസ്, ഇങ്ങനെ എത്രയോ പ്രോജക്റ്റ്. ഇത് ഞാനല്ല പറഞ്ഞത്, കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അസംബ്ലിയിൽ പറഞ്ഞല്ലേ. ആകെ നടന്നത് ഈ കഴിഞ്ഞ 10 കൊല്ലം ഇവിടെ ഒരു ഹൈവേയും അടിസ്ഥാന സൗകര്യങ്ങളും അത് ചെയ്തു കൊടുത്തത് നിതിൻ ഗഡ്കരിജിയും നരേന്ദ്രമോദിജിയും. ഞാനല്ല പറഞ്ഞത്, UDFൻ്റെ പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ചെയ്യുന്ന പാർട്ടി ആരാണ്, ചെയ്യുന്ന സർക്കാർ ആരാണ്, ചെയ്യുന്നൊരു രാഷ്ട്രീയം കാണിച്ച പാർട്ടി NDA BJP ആണെന്ന് ജനങ്ങളുടെ മനസ്സിൽ സംശയമില്ല. LDFനും UDFനും അത് മെസ്സേജ് കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്കത് കിട്ടും. ഈ നിലമ്പൂരിൻ്റെ മാത്രം പശ്ചാത്തലത്തിലല്ല, കേരളത്തിൽ പൊതുവെ UDF പറയാറുള്ളത് CPMും BJPയും അഡ്ജസ്റ്റ്മെൻറ്റാണ്, CJP എന്ന് പറയും. CPM പറയും അങ്ങനെയല്ല, കോലീബിയാണ് ഇവിടെ, കോൺഗ്രസ് ലീഗ് BJP കൂട്ടുകെട്ടാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ട്, ഒരു അന്തർധാര ഉണ്ട്. രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായി വന്ന ശേഷം അങ്ങനെ ബോധ്യപ്പെട്ടിട്ടുണ്ടോ? നോക്കൂ, സത്യം എന്താണ്, 2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ 2 പാർട്ടി ഈ കഴിഞ്ഞ 5-10 കൊല്ലമൊന്നുമല്ല, 60 കൊല്ലം ജനങ്ങളെ വിഡ്ഢിയാക്കി നടക്കുന്ന പാർട്ടികളാണ്. ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് ഓരോന്ന് പറഞ്ഞ് ജനങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്ത് നടക്കുന്ന പാർട്ടികളാണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഇലക്ഷൻ്റെ സമയത്ത് 10 കൊല്ലം ഭരിച്ച LDFും ഇവിടെ 10, 20, 30 കൊല്ലം ഭരിച്ച കോൺഗ്രസ് എന്താണ് അവർ പറയേണ്ടത്? ഞങ്ങൾ നാടിന് വേണ്ടി ഇത് ചെയ്തു, യുവാക്കൾക്ക് വേണ്ടി ഇത് ചെയ്തു, ഇങ്ങനെ അവസരങ്ങൾ സൃഷ്ടിച്ചു, അവർക്ക് പുതിയ തലമുറയ്ക്ക് വേണ്ടി ഇതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അതൊന്നും പറയില്ല. എന്താണ് നാടിന് വേണ്ടി ചെയ്യാൻ പോകുന്നത് അതൊന്നും പറയില്ല. ഓരോരോ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് നുണയും പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢിയാക്കാൻ നോക്കുക. BJPൻ്റെ കാഴ്ചപ്പാടും BJPൻ്റെ ഐഡിയോളജിയും CPMൻ്റെ 180% 180 ഡിഗ്രീസ് ഓപ്പോസിറ്റാണ്. അവർ സോഷ്യലിസ്റ്റാണ്, ആൻറ്റി ബിസിനസ്സാണ്, ആൻറ്റി യൂത്താണ്. ഞങ്ങൾ പ്രോ ഇൻവെസ്റ്റ്മെൻറ്റാണ്, പ്രോ തൊഴിലാണ്, പ്രോ അവസരങ്ങളാണ്. അത് ഒരു കോമൺ തീമേ ഇല്ലല്ലോ. പിന്നെ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി, അവർക്ക് ഒരു ഐഡിയോളജി ഇല്ല. പിന്നെ അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ ഒരു പോസ്റ്റർ അടിക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ പിക്ചറായിരിക്കും അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ പോസ്റ്ററിൻ്റെ ഒരു പിക്ചർ. അപ്പോൾ എന്താണ് ഞങ്ങളുടെ കോമണാലിറ്റി? ഒരു കോമണാലിറ്റിയും ഇല്ല. ഇതിൽ ഈ 2 പാർട്ടിയല്ലേ ഇന്ത്യ അലയൻസിൻ്റെ പാർട്ട്നേഴ്സ്. പിന്നെ എന്തിനാണ് ജനങ്ങളെ വിഡ്ഢിയാക്കുന്നത്? ആരാണ് ഡൽഹിയിൽ പോയി ചായയും പരിപ്പ് വടയും കഴിച്ച് നരേന്ദ്രമോദിജിനെ എതിരെ തെറി പറയുന്ന 2 പാർട്ടി ആരാണ്? അത് LDFും UDFും. അതാണ് സത്യം. ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ഓരോന്ന് പറയാം, അത് അവർ പറയും. ജനങ്ങൾ വിഡ്ഢിയല്ല. ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു, അവർക്കൊരു വികസനവും അവരുടെ കുട്ടികൾക്ക് ഒരു പുതിയ ഭാവി വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു, അവർ തീരുമാനിക്കും. കേരളത്തിൽ ദേശീയ തലത്തിൽ BJP ഉയർത്തുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം കേരളത്തിൽ പറയാൻ പറ്റാത്തതുകൊണ്ട് പുതിയ പ്രസിഡന്റ് വരുമ്പോൾ വികസനം ഒരു രാഷ്ട്രീയമായി എടുക്കുന്നു. അത് BJPയുടെ പൊതു രാഷ്ട്രീയം പറയാൻ കേരളത്തിൽ പറ്റാത്തതുകൊണ്ടാണെന്നൊരു ആക്ഷേപം. അല്ല, ഇത് ഈ ഹിന്ദുത്വ രാഷ്ട്രീയം ഞങ്ങൾ ചെയ്യുന്നു ആരാ പറയുന്നത്? അത് നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയല്ലേ രാവിലെ എണീറ്റിട്ട് സംഘ് പരിവാർ എന്ന് എല്ലാ ട്വീറ്റും എല്ലാ പോസ്റ്റും അദ്ദേഹത്തിൻ്റെ അതല്ലേ തുടക്കുന്നു എൻഡിങ് അങ്ങനല്ലേ. 2014 മുതൽ ഇന്ന് വരെ നരേന്ദ്രമോദിജി എന്താ പറഞ്ഞു? സബ്കാ സാത്ത് സബ്കാ വികാസ്, എല്ലാവരുടെയും ഒപ്പം എല്ലാവർക്കും വേണ്ടി. ഇതുവരെ ഈ 10-15 കൊല്ലം ഒരു ഒറ്റ പദ്ധതി ഒരു സമുദായത്തിന് എതിരെയോ ഒരു സമുദായത്തിന് കിട്ടാത്ത ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ഞാൻ രാഷ്ട്രീയം വിട്ട് പോകാൻ തയ്യാറാണ്.
ഇതൊരു നുണയാണ്. ജനങ്ങളെ മനസ്സിൽ വിഷം നിറച്ച് വെച്ച് ഒരു നുണ. ആരാണ് ഈ വിഷം നിറക്കുന്നത്? LDFും UDFും. ഈ നാട്ടിൽ, ഈ ഇന്ത്യ മൊത്തം ഒരു പാർട്ടി എല്ലാവർക്കും വേണ്ടി, എല്ലാ സമുദായം, എല്ലാ ഇന്ത്യൻസിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് BJP NDA ആണ്. അത് മുസ്ലിം സമുദായത്തിനോട് ചോദിച്ചാൽ അവർക്കും കിട്ടുന്ന വീട്, അവർക്ക് കിട്ടുന്നുണ്ട് വാക്സിൻ, അവർക്ക് കിട്ടുന്നുണ്ട് പദ്ധതികൾ. ക്രിസ്ത്യൻ സമുദായമാണെങ്കിൽ അവർക്ക് കിട്ടുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങളും ഇവരുടെ പ്രശ്നങ്ങളും പരിഹരിക്കാൻ BJP ആണ് ആദ്യം ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു നുണ പ്രചരിച്ച LDFും UDFും ജനങ്ങളുടെ മനസ്സിൽ വിഷം നിറച്ച് രാഷ്ട്രീയം ചെയ്യുന്ന UDFും അത് ഇനി നടക്കില്ല. ജനങ്ങൾക്ക് വേണ്ടത് ഈ പഴയ രാഷ്ട്രീയമല്ല, ഒരു പുതിയ വികസന രാഷ്ട്രീയം. ജനങ്ങളുടെ ഒരു ഭാവിക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു പാർട്ടി, പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് അവർക്ക് വേണ്ടത്. അങ്ങനത്തെ ഒരു നേതാക്കന്മാരാണ് വേണ്ടത്, അങ്ങനത്തെ പ്രവർത്തകരാണ് വേണ്ടത്. അത് BJP NDAയിൽ എത്രയോ ഉണ്ട്. അത് ഞങ്ങൾ അത് മുമ്പോട്ട് വയ്ക്കും, ശക്തമായിട്ട് പറയും. ഇനി അവസാനമായി നിലമ്പൂരിലേക്ക് വന്നാൽ, നിലമ്പൂരിൽ ഒരു BJPക്ക് ഒരു സ്ഥാനാർത്ഥി വേണ്ട, തൽക്കാലം മത്സരിക്കേണ്ടതില്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാമെന്ന് ആദ്യം തീരുമാനിച്ചു. പിന്നീട് BDJS മത്സരിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെയാണ് സ്ഥാനാർത്ഥിയായി കിട്ടിയത്. അങ്ങനെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായോ? ഇല്ല, ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞു, ഇന്നും പറയുന്നു, ഇതൊരു അനാവശ്യമായൊരു ഇലക്ഷനാണ്. ഇതിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന കാശ്, ഇതിൽ 30, 40, 50 കോടി കാശ് ഇലക്ഷൻ കമ്മീഷനും സർക്കാർ സ്പെൻഡ് ചെയ്യാം. അതുകൊണ്ട് എത്ര സ്കൂൾ, എത്ര എയർപോർട്ട്, ഇത് ചെയ്യുന്നത് എത്ര മാസമാണ്? 7 മാസത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇലക്ഷൻ വരില്ലേ? അത് ഞാൻ അന്നും പറഞ്ഞു, ഇന്നും പറയുന്നു. പക്ഷേ ഞങ്ങൾ NDA തീരുമാനിച്ചത്, ഇവർ ഇങ്ങനത്തെ ഒരു കാൻഡിഡേറ്റ് നോമിനേറ്റ് ചെയ്യുമ്പോൾ, അനൗൺസ് ചെയ്യുമ്പോൾ, പ്രഖ്യാപിക്കുമ്പോൾ അവർ പ്രീണന രാഷ്ട്രീയം, അവർ നിലമ്പൂരിന് വേണ്ടി ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് അത് ശക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഞങ്ങളൊരു ചാലഞ്ചായിട്ട് കാണുന്നു. ഇത് നമ്മുടെ വികസന സന്ദേശം നിലമ്പൂരത്തെ ജനങ്ങളുടെ മുമ്പോട്ട് വയ്ക്കുക, എന്നിട്ട് നിലമ്പൂർ ജനങ്ങൾ തീരുമാനിക്കുക. ഈ ഒരു ഓപ്ഷൻ എ, LDF UDFിൻ്റെ ഒരു പഴയ രാഷ്ട്രീയമാണോ അവർ സപ്പോർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ BJP NDA ഒരു പുതിയ കാഴ്ചപ്പാട്, ഈ വികസന സന്ദേശം, ഈ വികസന കേരളം, വികസിത നിലമ്പൂരിൻ്റെ ഒരു കാഴ്ചപ്പാടിനെയാണ് അവർ സപ്പോർട്ട് ചെയ്യേണ്ടത്. അവർ തീരുമാനിക്കുന്നത്. അത് ഞങ്ങളൊരു ചാലഞ്ചായിട്ട് കാണുന്നത്. ഇത് ഒറ്റക്കെട്ടായിട്ട് NDA ആണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രീണന രാഷ്ട്രീയം എന്ന് പറയുമ്പോഴേ, ഇപ്പോൾ മലയോര കർഷകരുടെ ഒരു കൂടി നാടാണ് നിലമ്പൂർ, ക്രൈസ്തവ സ്വാധീനമുള്ള മേഖലയാണ്. അപ്പോൾ ആ ക്രൈസ്തവ സ്വാധീനവും മലയോര കർഷകരെയും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ലേ BJP ഒരു കേരള കോൺഗ്രസ്സുകാരനായ മർത്തോമ സഭക്കാരനായ നേതാവിനെ മത്സരിപ്പിക്കുന്നത്? അല്ല, ഞങ്ങളുടെ ഒരു ഡിസിഷനും അങ്ങനെ ചെയ്യില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ എത്രയോ ക്രൈസ്തവ സമുദായത്തിൻ്റെ ഡിസ്ട്രിക്ട് പ്രസിഡന്റ്മാരുണ്ട്. അവരുടെ കഴിവും അവരുടെ കേപ്പബിലിറ്റി നോക്കിയിട്ടാണ് അവരിങ്ങനെ നമ്മുടെ പാർട്ടിയിൽ മുമ്പോട്ട് പോകുന്നത്, അവർ വരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നോക്കില്ല. ഞങ്ങൾ നോക്കുന്നത് അവിടെ നിലമ്പൂരിൽ ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളെ സേവിക്കാൻ താല്പര്യം, ഒരു കഴിവുള്ള ആരാണ് കാൻഡിഡേറ്റ് നോക്കിയിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ഒരു വലിയ എഡ്യൂക്കേറ്റഡ് MA LLB ചെയ്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹം ലീഗൽ പ്രാക്ടീസിൽ ഒരു പേരുണ്ടാക്കിയ ഒരു ആളാണ്. അതിൻ്റെ ഒപ്പം അദ്ദേഹം ഈ വികസന നിലമ്പൂരിന് വേണ്ടി അദ്ദേഹത്തിനൊരു കാഴ്ചപ്പാടുണ്ട്. അദ്ദേഹം അധ്വാനിക്കാനും ജനങ്ങളെ സേവിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. അത് നോക്കിയിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വോട്ട് ബാങ്ക് പോളിറ്റിക്സ് ചെയ്യുന്ന പാർട്ടിയല്ല, എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അത് 2014 നരേന്ദ്രമോദിജി പറഞ്ഞു, അത് ഇന്നും അതാണ് സത്യം. താങ്കൾ പ്രസിഡൻ്റായ ശേഷം മാസങ്ങളായി, താങ്കൾക്ക് ടീം ഉണ്ടായിട്ടില്ല എന്നും ആ മൊത്തം ടീമിൻ്റെയും ഒരു വർക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലാത്ത പ്രശ്നം. ആരാ പറഞ്ഞു ടീം ഉണ്ടായിട്ടില്ല എന്ന്? എൻ്റെ എല്ലാ പ്രവർത്തകരും എൻ്റെ ടീമാണ്. ആ ടീം ഒറ്റക്കെട്ടായിട്ടാണ് ഈ ടീം പോകുന്നത്. അങ്ങനെ ഒരു സംശയം ആർക്കും ഉണ്ടാകാൻ പാടില്ല. ഒരു നല്ല ടീമാണ്. എല്ലാ പ്രവർത്തകരും ഒറ്റക്കെട്ടായിട്ടാണ് ഈ വികസിത കേരളം സൃഷ്ടിക്കാൻ ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. അത് ഞങ്ങൾ ചെയ്യും. അങ്ങനെ ഒരു സംശയം ആരുടെ മനസ്സിലുണ്ട്? ഈ പട്ടിക പ്രഖ്യാപിക്കത്തുമെന്ന് അല്ല, ഭാരവാഹി ഉണ്ടല്ലോ. അത് ഒരു നോർമൽ കോഴ്സിൽ പുതിയ നാഷണൽ പ്രസിഡന്റ് വരുമ്പോൾ മോർച്ച പ്രസിഡൻറ്റിൽ മാറ്റും, അതെല്ലാം ഒരു നോർമൽ കോഴ്സിൽ വരും. അങ്ങനെ അത് നടന്നിട്ടില്ല. പക്ഷേ ഇവിടെ എൻ്റെ ടീമില്ല എന്ന് അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഒരു നല്ല ടീമുണ്ട്. പിന്നെ നിലമ്പൂരിൽ ടീമുണ്ട്, മൊത്തം കേരളയിലെ ടീമുണ്ട്. എല്ലാവരും നന്നായി അധ്വാനിക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് നമ്മൾ ലോക്കൽ ബോഡി ഇലക്ഷനും അസംബ്ലി ഇലക്ഷനിൽ കാണും. പൊതുവെ BJPയെ കുറിച്ച് പറയും, ഗ്രൂപ്പ് പൊളിറ്റിക്സിൻ്റെ കാര്യം പറയാറുണ്ട്. അപ്പോൾ എല്ലാ ഗ്രൂപ്പുകളും താങ്കളുമായി സഹകരിക്കുന്നുണ്ട് പൊതുവെ? ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ പേരാണ് BJP കേരളം. ആ ഗ്രൂപ്പിൻ്റെ എല്ലാവരും മെമ്പേഴ്സാണ്. ആ ഗ്രൂപ്പിൻ്റെ നേതാവാണ് നരേന്ദ്രമോദിജി. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് ഞാൻ ഇന്ന് കൺഫേം ചെയ്യുന്നു. ആ ഗ്രൂപ്പിൻ്റെ പേരാണ് BJP കേരളം.
താങ്ക് യു. അപ്പോൾ ഏതായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ മത്സരം എന്ന് പറയുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്, അത് ലക്ഷ്യം വെച്ചാണെന്നാണ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഫിനീഷ് ഉളവണ്ണക്കൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ.